ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം നമ്മൾ എന്താണ് ഒരു വി ഹാവ് എ മോണിറ്റർ ആൻഡ് വി ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പം എന്താണ് കമ്പ്യൂട്ടറിനോട് അത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം എനിക്കറിയാവുന്ന ഭാഷ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ലാംഗ്വേജസ്, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയത്തുള്ളൂ. കമ്പ്യൂട്ടറിനാകെ അറിയാവുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ 0ഉം 1ഉം മാത്രമേ അറിയൂ, അല്ലെങ്കിൽ എന്ത് പറയാം, ബൈനറി ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന സാധനം കമ്പ്യൂട്ടറിന് മനസ്സിലാവണം, കമ്പ്യൂട്ടർ പറയുന്ന സാധനം എനിക്ക് മനസ്സിലാവണം. ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും വേണം. അപ്പോൾ ആ ആളാണ് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ കമ്പ്യൂട്ടർ യൂസറിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ OS ആണ് നമ്മുടെ എല്ലാത്തിനെയും കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആളാരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പല ടൈപ്പ് ഉണ്ട്. ഉബണ്ടുവിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഇപ്പം നമ്മൾ 10ാം ക്ലാസ് വരെ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ യൂസ് ചെയ്യുന്ന സാധനം CBSE വിൻഡോസ് തന്നെയാണ്. ബട്ട് സ്റ്റേറ്റ് സിലബസിൽ എന്താണ് ഉബണ്ടുവിൻ്റെ അല്ലെങ്കിൽ സ്കൂൾ ഉബണ്ടു, അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ്. അല്ലെങ്കിൽ ഉബണ്ടു എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യുക, അറിയാവുന്നുള്ളവന് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഉബണ്ടുവിൻ്റെ സെയിം സാധനം തന്നെ സ്കൂളിൻ്റെ പർപ്പസിന് വേണ്ടി മോഡിഫൈ ചെയ്ത സ്കൂൾ ഉബണ്ടുവാണ് സ്കൂൾ ഉപയോഗിക്കുന്നത്. അതും അപ്പോൾ പല ടൈപ്പ് OS ഉണ്ട്. പിന്നെ എന്തുണ്ട്, വിൻഡോസിൻ്റെ തന്നെ OS ഏതൊക്കെയാണ്? വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത് വിൻഡോസ് XP ഉണ്ട്, പഴയത്. വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം ഇതാണ്. ആൻഡ് പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വിൻഡോസ് 7 ആണ്. അല്ലെങ്കിൽ ഇത് രണ്ടിപ്പം XPയും 7ഉം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോസ് 7 ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം. പിന്നെ ഇപ്പോൾ വിൻഡോസ് 8 വന്നു, വാസ് അട്ടർ ഫ്ലോപ്പ്, ആൻഡ് 8.1 ദുരന്തമായിരുന്നു. പിന്നെ ഉള്ളതിൽ സ്റ്റേബിളായിട്ട് നിന്നത് പിന്നെ വിൻഡോസ് 10 ആണ്. മീൻസ് ഇവന്മാർ ഇത്രയും ഇറക്കിയതിൽ വിൻഡോസ് 10 ആണ് അത്യാവശ്യം ബെറ്ററായിട്ട് നല്ലൊരു അഭിപ്രായം വന്ന വിൻഡോസ് എന്ന് പറയുന്നത്. ഇതൊക്കെ അടിപൊളിയായിരുന്നു. ബട്ട് ടൈം മാറുമ്പോൾ മാറ്റണമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇപ്പം നിലവിലിപ്പോൾ ഈ 10 വന്നിട്ടും അടുത്ത് ഇപ്പോൾ 11 വന്നായിരുന്നു. എന്നിട്ടും സ്റ്റിൽ ആൾക്കാർ വിൻഡോസ് 7 ആണ് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ദിസ് വാസ് വേ മോർ ബെറ്റർ. എല്ലാം സപ്പോർട്ടും ചെയ്യും, എല്ലാം ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇവന്മാർ എന്ത് സ്റ്റോപ്പ് ചെയ്ത് വിൻഡോസ് 10 മുകളിലോട്ടുള്ള എല്ലാ വിൻഡോസും ഇവന്മാർ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. അതിനുള്ള ഒന്നും ഇപ്പോൾ ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പോലും ഇവർക്കുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? വിൻഡോസ് 10 മാറേണ്ടത്. കാരണം ഉള്ളതിൽ ഇപ്പോൾ നിലവിൽ സ്റ്റേബിളായി നിന്നത് വിൻഡോസ് 10 മാത്രമാണ്. പിന്നെ ആപ്പിളിൻ്റെ iOS, പിന്നെ ക്രോമിൻ്റെ, നമ്മുടെ ഗൂഗിളിൻ്റെ OS ഉണ്ട്. പിന്നെ ഇത് DOS ഉണ്ട്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിച്ച് വി ഹാവ് ടു ഗോ ഇൻ ഡീറ്റെയിൽ ലെറ്റർ. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ OSൻ്റെ പല ലെയറുകളുണ്ട്. പക്ഷേ അതിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതേ ചോദിക്കും, അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ് ലെയർ എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ യൂസർ ഇൻ്റർഫേസ് നമുക്ക് അങ്ങോട്ട് കാണാനും എല്ലാത്തിനും പറ്റുന്നത് യൂസർ ഇൻ്റർഫേസ് ഉള്ളതുകൊണ്ടാണ്. ഏറ്റവും ഇന്നർ മോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, കെർണൽ എന്ന് പറയും. പിന്നെ ബാക്കി OSൻ്റെ പെർഫോമൻസ്, മെമ്മറി മാനേജ് ചെയ്യുക, പ്രോസസ്സ് മാനേജ് ചെയ്യുക, ഡിവൈസ് മാനേജ് ചെയ്യുക, ഫയൽ സ്റ്റോറേജ് എല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അവിടെ വരുന്നത്. പിന്നെ എന്താണ് അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. പിന്നെന്തുണ്ട്? ടൈപ്സ് ഓഫ് OS നമ്മൾ പറഞ്ഞു. എന്താണ്? ഫസ്റ്റത്തെ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ് വന്നത്? ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷനിൽ വന്ന ഏതായിരുന്നു? ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അവിടെ എങ്ങനെയാണ്? അവിടെ പ്രോസസ്സുകളെ നമ്മളൊരു ബാച്ചായിട്ടായിരുന്നു ചെയ്തുകൊണ്ട് ഇരുന്നത്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടാസ്കിനെ എന്താണ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റങ്ങൾ അവരൊരു ബാച്ചായിട്ട് വെച്ചിട്ട് അവർ ഒരുമിച്ച് അങ്ങ് പെർഫോം ചെയ്യും. ഇപ്പോഴൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏതാണോ ഉള്ളത് അത് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പോകുന്നത്. മറ്റേത് അങ്ങനെയല്ല. നമ്മുടെ പോട്ടെ. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇപ്പോൾ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ വന്ന ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ് വന്നതെന്ന് ഓർമ്മയുണ്ടോ? മൾട്ടി പ്രോഗ്രാമിംഗ് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ, ഓർമ്മയുണ്ടാണേ, മറന്നുപോയി. മൾട്ടി പ്രോഗ്രാമിംഗ് 4th ജെന്നിലാണ് അല്ലേ? 4th ജെന്നിൽ വന്ന സാധനം. ഇതിപ്പം 32 കണ്ടാന്ന് തോന്നുന്നു. അപ്പം മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തിൻ്റെ അറോസ്? ഡേറ്റ ഫ്രം 2 or more സെപ്പറേറ്റ് പ്രോസസ്സ്, രണ്ടിലധികമോ പ്രോസസ്സിൽ നിന്നുള്ള പ്രോഗ്രാംസിനെ ഒരുമിച്ച്, അല്ലെങ്കിൽ എന്താണ് മൾട്ടി പ്രോഗ്രാമിംഗ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം പ്രോഗ്രാംസ് ഒരേ സമയം ചെയ്യുന്ന സാധനം ഫോർത്ത് ജെൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതൊക്കെ എന്താണ് മൾട്ടി പ്രോഗ്രാമിംഗ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ എന്തുകൊണ്ട് ടൈം ഷെയറിങ് OS അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് എവിടെയാണ് വന്നത്? സെക്കൻഡ് ജെന്നിൽ വന്നത് ഇതായിരുന്നു. അപ്പോൾ എന്താണത്? റിസോഴ്സസ് ഷെയർ ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എക്സാക്ട്ലി ഇതിൻ്റെ ഡിഫറൻസ് നോക്കട്ടെ. ടൈം ഷെയറിങ് OS നോക്കണം. വെയിറ്റ്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഉണ്ടോ നീ ഗൂഗിൾ ചെയ്ത് നോക്കാം. ടൈം ഷെയറിങ് OS. ഫോർ ഈച്ച് യൂസർ പല യൂസേഴ്സുണ്ട്. സപ്പോസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഷെയർ ചെയ്യുകയാണ്, ടൈം ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ സപ്പോസ് ഒരു CPU ഉള്ളൂ. ഒരു CPU-നകത്ത് അപ്പോൾ എന്ത് ചെയ്യാണ്? ഒരാൾ, 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്, ഇപ്പോൾ ഇത്രയും കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമലി നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഇവൻ ചെയ്ത് കഴിഞ്ഞിട്ടേ മറ്റവന് ചെയ്യാൻ പറ്റൂ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇവന് ചിലപ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആ ടൈം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ എന്ത് ചെയ്യുക? ഇവൻ്റെ ഒരു ചെറിയൊരു പ്രോസസ്സാണ് ഇവനുള്ളതെന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ ഇവൻ്റെ ഒരു ചെറിയ പ്രോസസ്സാണ് ഉള്ളത്. അപ്പോൾ രണ്ടുപേരെ കൂടെ ഒരുമിച്ചേക്ക് ചെയ്തുകൂടെ? അപ്പോൾ ഇതാണ്. അപ്പോൾ ടൈം ഷെയർ ചെയ്യുന്ന പരിപാടി. അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്താണ് കുറച്ച് സമയത്തിൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്താണ് പല യൂസറിന് ഒന്നിലധികം ടാസ്ക് ഒരു സെയിം ടൈമിൽ ചെയ്യാൻ പറ്റുന്നതാണ് ടൈം ഷെയറിങ് OS വരുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു കോമൺ ആയിട്ട് വരുന്നൊരു ക്ലാസിഫിക്കേഷനിൽ വരുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. Distributed is one. Distributed operating system. It is the one that manages a collection of independent computer and make them appear to the user of the system as single ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മീൻസ് ഒരാളെ കാണും. ഒരു യൂസർ ഇവ ഒന്നിലധികം ഇവിടെ കമ്പ്യൂട്ടർ 1, കമ്പ്യൂട്ടർ 2, കമ്പ്യൂട്ടർ 3 ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം? അപ്പോൾ ഇവരെല്ലാവരെയും കൂടെ കണക്ട് ചെയ്തിട്ട് ഈ 3 സിസ്റ്റത്തിനെ ഈ 3 കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്തൊരു വലിയൊരു സിംഗിൾ കമ്പ്യൂട്ടറാക്കി മാറ്റുന്നു. എന്നിട്ട് ഇവനപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പം ശരിക്കും 3 എണ്ണമാണ്, പക്ഷേ ഇവരെന്ത് ചെയ്യണം? ഒരു സിംഗിൾ കമ്പ്യൂട്ടറായിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഈ 3 എണ്ണത്തിൻ്റെയും കൂടെ പെർഫോമൻസ് നമുക്ക് ഒരുമിച്ച് കിട്ടും. ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് നല്ല ഗ്രാഫിക്കൽ പവർ കാണും, ഇവിടെ അതിനകത്ത് കുറച്ചായിരിക്കും, ഇവിടെ ആണെങ്കിൽ നല്ല റാം കാണും. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കൊണ്ടൊരു കമ്പൈൻഡ് എഫക്റ്റ് നമുക്ക് എന്തിൽ കിട്ടും? ഈ വലിയ അതിൽ കിട്ടും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ബാച്ച് പറഞ്ഞു, മൾട്ടി പ്രോഗ്രാമിങ്, ടൈം ഷെയറിങ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് പറഞ്ഞു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു. ഇനി എന്താണ്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതൊരു ഈ ടൈംലി ഇത്ര പർട്ടിക്കുലർ ടൈമിനുള്ളിൽ തന്നെ ഒരു വർക്ക് തീരണം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഡെഡ് ലൈൻ വരുന്ന കേസസിൽ
ഒരു ഡെഡ് ലൈനൊക്കെ വരുന്ന കേസിലാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത് വെച്ചാൽ റിയാക്റ്റ് ടു ഇൻപുട്ട് വിത്തിൻ എ സ്പെസിഫിക് ടൈം പീരീഡ്. അല്ലെങ്കിൽ അപ്പോൾ എക്സാം എങ്ങനെ പറയാതൊന്നുകൂടെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ മറ്റേ സെൽഫ് ഡ്രൈവിങ് കാറൊക്കെ ഉണ്ടല്ലോ, സെൽഫ് ഡ്രൈവിങ് കാറൊക്കെ ഇല്ല, അവിടെയൊക്കെ വരുന്നത് എന്താണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം വന്നു കഴിഞ്ഞാൽ, ഈ പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യാനുള്ളതെന്ന് അത് സ്പോട്ടിലായിരിക്കും അത് ഡിസൈഡ് ചെയ്യേണ്ടി വരുന്നൊരു ആ ഒരു എന്താണ് അങ്ങനെയൊക്കെ വരുന്ന കേസാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിൾസ് VRTX, RT Linux, LYNX അങ്ങനെ കൊടുക്കാൻ പറ്റും. ആൻഡ് റിയൽ ടൈം അല്ലാണ്ട് ഇനിയിപ്പോൾ എങ്ങനെ പറയാൻ പറ്റും, പോട്ടെ. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എന്താണ് അവിടെ ഒരു ഡെഡ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ഡെഡ് ലൈൻ വരുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് നോക്കിയത് അതിൽ ഓക്കെ, ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ഒന്ന് നോക്കിയാൽ നല്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോവുക. ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്ത് വരുന്നുണ്ട്, ഒരു ടൈംലി റെസ്പോൺസ്, ഒരു ഹയർ ടൈംലി റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈനൊക്കെ വരുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് എന്താണ് ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഇതല്ലാണ്ട് നമുക്ക് കോമൺ എക്സാമ്പിൾ വരുന്നത് ഞാൻ പറഞ്ഞതാണ് ഈ ഫ്ലൈറ്റ് റിസർവേഷൻ സിസ്റ്റം RTOS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആരെങ്കിലും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റിൽ ആർക്കെങ്കിലും കയറി പോകാൻ പറ്റും. അത് റിയൽ ടൈമാണത്. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ ഒരു ലാസ്റ്റ് ഫ്ലൈറ്റിൽ പിന്നെ പെട്ടെന്ന് ഒരാൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആ സീറ്റിലൊക്കെ കയറി പോകാനൊക്കെ പറ്റും ചെറിയ പൈസയിൽ. അപ്പോൾ ലിനക്സ് ആണ് ഇതിൻ്റെ ഉള്ളതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സാമ്പിൾ ലിനക്സ് ആണ്. അപ്പോൾ അതിൽ ഈ റിയൽ ടൈമിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഹാർഡ് റിയൽ ടൈമും ഉണ്ട്, സോഫ്റ്റ് റിയൽ ടൈമും ഉണ്ട്. ഹാർഡ് റിയൽ ടൈം എന്ന് പറയുമ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ഇപ്പോൾ പിന്നെ നമ്മുടെ എക്സാം വരുന്നതിനകത്ത് വരാം ഹാർഡ് റിയൽ ടൈമിൽ. അപ്പോൾ ആ ടൈമിനുള്ളിൽ എല്ലാം സബ്മിറ്റ് ആയിരിക്കും. അതിന് ആര് ചെയ്താലും ഓട്ടോ സബ്മിറ്റാണ്. സോഫ്റ്റ് റിയൽ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇച്ചിരി ഇളവ് ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റ് തീരണം എന്ന് നിർബന്ധമില്ലാത്തതാണ് സോഫ്റ്റ് റിയൽ ടൈം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സിംഗിൾ യൂസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ MS-DOS അല്ലെങ്കിൽ Windows 95 ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇതിനകത്ത് അതിന് ശേഷം ഇപ്പോഴത്തേനകത്തൊക്കെ Windows 10, 8, 7 എന്താണ് നമുക്ക് യൂസറിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാം, എൻ്റെ അമ്മയ്ക്ക് യൂസ് ചെയ്യാം, എൻ്റെ അനിയത്തിക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനത്തെ കേസ് നമുക്ക് യൂസറിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ യൂസറിനും ഓരോ യൂസർ നെയിമും പാസ്വേഡും കാണും. ഒരു യൂസർ ഇപ്പം യൂസർ 1 ഞാൻ ജിഷ്ണു, ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണുന്ന ഇൻ്റർഫേസ് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ആയിരിക്കും ഒരു ഫോൾഡർ, എൻ്റെ ഇഷ്ടത്തിനായിരിക്കും ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത്. എൻ്റെ അനിയത്തി അവളുടെ യൂസറിൽ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ അവൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അവളുടെ ഒരു എൻ്റയർലി പുതിയൊരു സിസ്റ്റം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ രണ്ടുപേരെയും ഡാറ്റ തമ്മിൽ ഒരു ആക്സസും വരത്തുമില്ല. അതാണ് സിംഗിൾ യൂസർ എന്ന് പറയുന്നത്. സിംഗിൾ യൂസർ ആകുമ്പോൾ ഒരു യൂസറിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പഴയ ഡോസും 95 ഒക്കെ അതാണ്. അതിനുശേഷം വന്നതാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അറ്റ് എ ടൈം. പിന്നെ ഇപ്പം പിന്നെ മൾട്ടി യൂസർ വരുന്നതെന്ന് പറയുമ്പം ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ അറ്റ് ദ സെയിം ടൈം ആർക്കൊക്കെ യൂസ് ചെയ്യാം. വേറൊരു കീബോർഡ് കാണുമ്പോൾ എനിക്കും യൂസ് ചെയ്യാം, എൻ്റെ ഡേറ്റാസ് മാത്രമേ കിട്ടൂ. പിന്നെ അത് വേറെയാണ്, കുറച്ചുകൂടെ ഹൈ ലെവൽ മൾട്ടി യൂസറാണ്. പിന്നെന്താണ് വേറൊരാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അത് മീൻസ് അതൊരു അറ്റ് ദ സെയിം ടൈമിൽ തന്നെ ഒന്നിലധികം യൂസേഴ്സിന്, അത് സെർവറൊക്കെ ആയിട്ട് വരുന്ന ഐറ്റംസ്, അത് വേണ്ട, അല്ലാണ്ട് ഒന്നിലധികം യൂസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത എന്താണ് ബൂട്ടിങ് പഠിക്കുക. ബൂട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് എന്താണ്, ബൂട്ടിംഗ് ആണ്. ബൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാവുന്ന പരിപാടിയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇപ്പോൾ ബൂട്ടിങ് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ OS അവിടെ ഇല്ലെങ്കിൽ OS ഇല്ലെങ്കിലാണ് ബൂട്ടിങ് നടക്കത്തില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ ബൂട്ടിങ് നടക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. ഇതാണ് ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ്. കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് OS ആദ്യമേ ലോഡ് ചെയ്യും. ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് OS ലോഡാവും. അപ്പോഴായിരിക്കും OS വരുന്നത്. അതിനാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ബൂട്ടിംഗ് 2 ടൈപ്പ് ഉണ്ട്. കോൾഡ് ബൂട്ടുണ്ട്, വാം ബൂട്ടുണ്ട്. ഈ പേരിൽ നിന്ന് തന്നെ അങ്ങ് പഠിക്കുക. വാം ബൂട്ട് എന്ന് പറയുമ്പം ഞാനിപ്പോൾ എന്താണ് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആ
ഇപ്പോൾ ഇതെന്ത് ചെയ്യും, അപ്പോൾ ഇതിനൊരു ബാക്കപ്പ് കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്ത് വെച്ചേക്കും, ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. എന്താ നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റ മിസ്സാവാണ്ടിരിക്കാൻ. അപ്പോൾ ഞാൻ അടുത്ത തവണ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് അവർ ചോദിക്കും, ഇത് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാ ഫയൽസും എല്ലാം അവരെന്ത് അത്യാവശ്യം എവിടെയെങ്കിലും പെട്ടെന്ന് പോയി അവർ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചേക്കും. ഡിസ്ക് ഡീഫ്രാഗ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഞാൻ വാങ്ങിക്കുന്ന കമ്പ്യൂട്ടറിന് ചിലപ്പോൾ 1 TB ആയിരിക്കും സ്റ്റോറേജ്. 1 TB എന്ന് പറയുമ്പോൾ 1024 GB ആണ്. 1024 GB ആണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ മൊത്തത്തിൽ ഞാൻ ഉപയോഗിക്കത്തില്ല, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെ ഞാൻ എങ്ങനെ ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഒരു കമ്പ്യൂട്ടർ നോക്കിയാൽ മതി, C ഡ്രൈവ്, D ഡ്രൈവ്, E ഡ്രൈവ് എന്നും പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്, ഡിസ്ക് ഡീഫ്രാഗ്മെൻ്ററാണ്. പിന്നെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ, ക്ലീനപ്പ് സോഫ്റ്റ്വെയർ ഒക്കെ വരുന്നത് ഏതാണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് വരുന്നതാണ്. പിന്നെ എന്താണ്, ഡിവൈസ് ഡ്രൈവറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ നോക്കി ഇഷ്ടം പോലെ ഉണ്ട്, അത് ആവശ്യം പോലെ വേണ്ട. ഡിസ്പ്ലേക്ക് ഡ്രൈവർ കാണും, CD-ROM നമ്മുടെ CD ഇടുന്ന അതിനൊരു ഡ്രൈവർ കാണും, ഒരുപാട് ഡ്രൈവറുകൾ ഉണ്ട്. ഓക്കെ. പിന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിനകത്ത് വരുന്നുണ്ടോ, ഇപ്പോൾ ഇല്ല, നമുക്ക് എന്തായാലും വരുമ്പോൾ പറയാം. ഓക്കെ.